എല്ലാവർക്കും നമസ്കാരം. പാലട പായസത്തിൻ്റെ ഒറിജിനൽ ടേസ്റ്റും മണവും കൊടുക്കുന്നത് അതിൽ ചേർക്കണ അടയാണ്. അപ്പോൾ അട നന്നായാൽ പായസം നന്നാവും. അപ്പോൾ ഈ അട നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ അട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസ്സിൽ ഒരു 3/4 ഗ്ലാസ് പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്താനായിട്ട് വയ്ക്കുക. ഒരു 2 മണിക്കൂർ നേരം കുതിർത്താനായിട്ട് വെച്ചാൽ മതി. നന്നായിട്ട് കുതിർന്നതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇത് മിക്സിയുടെ ചെറിയ ജാറ് മതി, അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പോൾ ദാ ഞാൻ പച്ചരി നന്നായിട്ട് അരച്ചെടുത്തു, കണ്ട നല്ല പേസ്റ്റ് പോലെയുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറും 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ അരച്ച അരി ഈ ബട്ടറും ഒക്കെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോളും. ഇപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തു. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കുക. ഇപ്പം ഒരുപാട് വെള്ളമാവാൻ പാടില്ല. ഞാൻ മിക്സാക്കി കാണിച്ചു തരാം. മാവ് ഒരുപാട് ലൂസാവാനും പാടില്ല, എന്നാൽ ഒരുപാട് തിക്കാവാനും പാടില്ല. നമ്മൾ ഈ മാവ് കൊണ്ട് അണിയുമല്ലോ, ആ പാകത്തിൽ വേണം ഇരിക്കണമെങ്കിൽ. ഇനി വാഴല എടുക്കുക. വാഴല നന്നായിട്ട് കഴുകിയതിന് ശേഷം തുടച്ചിട്ടെടുക്കുക. നമ്മൾ ഈ മാവ് കൈ കൊണ്ട് തന്നെ എടുത്തിട്ട് നമ്മൾ ഈ വാഴലയിൽ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ അണിയാന്ന് പറയില്ല, അതേമാതിരി ഇങ്ങനെ അണിഞ്ഞു കൊടുക്കുക. എല്ലാ ഭാഗത്തും ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ട നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ ഒഴിച്ചോടെ തന്നെ നിൽക്കുന്നുണ്ട് മാവ്, അതേപോലെ ഉണ്ടാവണം. വെള്ളം ഉണ്ടായാൽ ഒലിച്ചു പോവും. ഇനി ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് ഇങ്ങനെ മടക്കുക. അതിന് ശേഷം നമ്മുടെ ഈ വാഴയുടെ ഈ നാരുകൊണ്ട് തന്നെ നമുക്ക് ഇത് കെട്ടിയെടുക്കാം. ഇത് നമുക്ക് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി തട്ടിൽ വേണമെങ്കിൽ ഇഡ്ഡലി തട്ടിൽ വേവിച്ചെടുക്കാം, അതല്ലെങ്കിൽ ഇതേപോലെ സ്റ്റീമറിൽ വെച്ചിട്ടും വേവിച്ചെടുക്കാം. ഞാനിതേപോലെ എല്ലാതും ആക്കിയെടുക്കുകയാണ്. വേഗം ആക്കാൻ പറ്റും. ഇപ്പം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റിനുള്ളിലേ വേണ്ടി വരുള്ളൂ, ഒരുപാട് നേരമൊന്നും വേണ്ടി വരില്ല വേവിക്കാനായിട്ട്. 10 മിനിറ്റൊക്കെ ആയിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ നാരൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് പതുക്കേനെ തുറക്കാം. അപ്പോൾ കണ്ട അതിൻ്റെ ഉള്ളിൽ നല്ല നൈസായിരിക്കും, നല്ല എന്താ പറയുക കണ്ണാടി പോലെ ഉണ്ടാവും, നല്ല ചില്ല് പോലെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് എടുത്തിട്ട് തുറന്നിട്ട് നല്ല എളുപ്പമാണ് എടുക്കാനായിട്ട്, അങ്ങനെ കഷ്ടമൊന്നുമില്ല. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോഴേക്കും ഇങ്ങനെ പോന്നോളൂ. ഇതേപോലെ എല്ലാം എടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യണം. ഒരു കത്തി വെച്ചിട്ട് ചെറുതാക്കി വേണമെങ്കിൽ ചെറുതാക്കി കട്ട് ചെയ്യാം, അതല്ലെങ്കിൽ കുറച്ച് വലുതാക്കി വേണമെങ്കിൽ വലുതാക്കിയും കട്ട് ചെയ്യാം. എല്ലാം ഇങ്ങനെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയുള്ളൂ, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇനി ഇതുകൊണ്ട് നമുക്ക് പായസം ഉണ്ടാക്കാം. ഇതിപ്പോൾ ഒരു 100 ഗ്രാം അടയുണ്ടാവും. ഇത് 1 ലിറ്റർ പാലിന് കറക്റ്റായിരിക്കും. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ഓണം വരികയാണ്, നമുക്കപ്പോൾ ഓണത്തിന് നല്ല ഫ്രഷ് ആയിട്ടുള്ള അട ഉണ്ടാക്കിയിട്ട് പായസം ഉണ്ടാക്കാം. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.